നൂതന സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കാൻ രൂപീകരിക്കപ്പെട്ട കാലം മുതൽ നല്ല പ്രവർത്തനങ്ങളാണ് കേരള ബാങ്ക് നടത്തിവരുന്നത്. IT ഇൻ്റഗ്രേഷന് വേണ്ടി ബാങ്ക് നടത്തിയ പ്രവർത്തനങ്ങൾ മികവാർന്നതാണ്. ജില്ലാ സഹകരണ ബാങ്കുകളും സംസ്ഥാന സഹകരണ ബാങ്കും ഉൾപ്പെടുന്ന കോർ ബാങ്കിംഗ് സംവിധാനങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇവയെ സംയോജിപ്പിച്ചുകൊണ്ട് IT ഇൻ്റഗ്രേഷൻ നടപ്പാക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണ് കേരള ബാങ്ക് ഏറ്റെടുത്തത്. അതിനായുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ ഏറ്റെടുക്കാനും ജീവനക്കാരെയടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റഗ്രേഷൻ വേഗത്തിൽ നടപ്പാക്കാനും ബാങ്കിന് കഴിഞ്ഞുവെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. 2022 കേരള ബാങ്കിൻ്റെ കോർ ബാങ്കിംഗ് സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമായി. അതിൽ പങ്കാളികളായ എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കട്ടെ. അതിനു പുറമെ ബാങ്ക് ഇടപാടുകൾ നടത്തുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ സജ്ജമാക്കി. ഇന്ന് വ്യക്തിഗത ഇടപാടുകൾ മാത്രമല്ല, സഹകരണ സ്ഥാപനങ്ങൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, കച്ചവടക്കാർ തുടങ്ങി കോർപ്പറേറ്റ് ഉപഭോക്താക്കൾ വരെയുള്ള എല്ലാവർക്കും ആവശ്യമായ സേവനം ഓൺലൈനായി നൽകാൻ കഴിയുന്നുണ്ട്. നിലവിലുള്ള സൗകര്യങ്ങൾക്ക് പുറമെ കേരള ബാങ്കിന് കീഴിലുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ ഇടപാടുകൾക്ക് ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. ഇത്തരം ഓൺലൈൻ ഇടപാടുകൾ നിയന്ത്രിക്കുന്നതിന് പ്രത്യേക ഓപ്പറേറ്റിംഗ് സെൻറ്റർ ഇതിനോടകം തന്നെ സജ്ജമായിട്ടുണ്ട്. പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ ഏറ്റവും ശരിയായ രീതിയിലുള്ള നേതൃത്വം വഹിച്ച് പ്രവർത്തിക്കുക എന്നത് കേരള ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്താകെ പ്രാഥമിക സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവയെല്ലാം കേരള ബാങ്കിൻ്റെ കൈകളായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ അതിനുതകുന്ന പരസ്പര ബന്ധം ഉണ്ടാകുന്നതിന് നേതൃപരമായ ഇടപെടൽ തന്നെ കേരള ബാങ്കിൽ നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നല്ല ബന്ധമാണ് പൊതുവിൽ നിലനിൽക്കുന്നത്. അത് കൂടുതൽ ശക്തിപ്പെടുത്തി പോവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഓൺലൈൻ ഇടപാടുകൾ വർദ്ധിച്ചതോടുകൂടി അതേ രീതിയിൽ തന്നെ ഓൺലൈൻ രംഗത്തുള്ള കുറ്റകൃത്യങ്ങൾ, ഓൺലൈനായി പണം തട്ടിയെടുക്കുന്ന സംഭവങ്ങൾ എല്ലാം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇവയെ തടയാൻ ഒന്ന്, ഇടപാടുകാരെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഡാറ്റ സെക്യൂരിറ്റി നല്ല രീതിയിൽ ഉറപ്പാക്കണം. സുരക്ഷിതമായ ഓൺലൈൻ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അത് ബാങ്കുകൾക്കെല്ലാമുള്ള ബാധ്യതയാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണ് കേരള ബാങ്ക് ചെയ്തിരിക്കുന്നത്. ഇതിനുതകുന്ന വിധം ഒരു സെക്യൂരിറ്റി ഓപ്പറേഷൻ സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക്
മുന്നേറേണ്ട മേഖലകൾ, അവയെക്കുറിച്ച് സമഗ്രമായി ചർച്ച ചെയ്യാൻ ഈ IT കോൺഫറൻസ് ഉപയുക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രാഥമിക സഹകരണ സംഘങ്ങൾ, ക്ഷീരസംഘങ്ങൾ, ഫിഷറി സംഘങ്ങൾ, ഇതെല്ലാമടക്കമുള്ള സമസ്ത മേഖലകളിലും നൂതനമായ ഡിജിറ്റലൈസേഷൻ പ്രാവർത്തികമാക്കുന്നതിനുള്ള ഒരു മാർഗരേഖ തയ്യാറാക്കി വേണം നാം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ വൈവിധ്യവൽക്കരണം ഏറെ അനിവാര്യമാണ്. നൂതന സാങ്കേതിക വിദ്യാരംഗത്തെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി നല്ല തോതിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ നാട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന നൂതന ആശയങ്ങൾ, അവ ബാങ്കിങ് മേഖലയ്ക്ക് ഉപയോഗപ്രദമാവുന്നവയാണെങ്കിൽ അവയെ കേരള ബാങ്കിലേക്ക് സ്വാംശീകരിക്കാനും കഴിയണം.